വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് തൊട്ട് നോക്കുമ്പോൾ വേദനയുള്ള സൈനസിനായിരിക്കും ഇൻഫ്ലമേഷൻ സംഭവിച്ചിരിക്കുന്നത്. അപ്പം ആ സൈനസിൽ നമുക്ക് ലേപം പോലെ ഇടാൻ പറ്റും. അതായത് രാസ്നാദിയും ഒരു ടീസ്പൂൺ രാസ്നാദി എടുത്ത് അത് കുഴച്ച് ലേപം പോലെ ഇടാനാണ്. അപ്പോൾ അത് പേസ്റ്റ് പോലെ ആക്കണം നമ്മൾക്ക്. അപ്പോൾ അത് കുഴയാൻ വേണ്ടിയിട്ടുള്ള നാരങ്ങാനീരെടുത്ത് അതൊന്ന് കുഴയ്ക്കുക. കുറച്ചൊന്ന് ലൂസാക്കി കുഴച്ചതിന് ശേഷം നമ്മൾ സ്റ്റൗവിൽ വെച്ചൊന്ന് ചൂടാക്കുക. അപ്പം ചൂടാക്കും തോറും ഇത് കുറച്ചുകൂടെ കൺസിസ്റ്റൻസി കുറച്ചുകൂടെ ലേപത്തിൻ്റെ ആ ഒരു രീതിയിലെത്തും. ലൂസായിട്ടാണ് നമ്മൾ കുഴച്ചെങ്കിൽ അത് ചൂട് വെക്കുമ്പം കുറച്ചുകൂടെ ടൈറ്റ് ആവും. അപ്പം എന്ന് വെച്ചാൽ ഇവിടെ ലേപം ഇടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയാണ് സൈനസൈറ്റിസിൻ്റെ പ്രശ്നം. മാക്സിലറി ആണെങ്കിലും ഫ്രോണ്ടലാണെങ്കിലും എവിടെയാണോ പ്രശ്നം അവിടെ ലേപമായിട്ട് ഇടാനാണ്. അപ്പോൾ അതവിടെ പറ്റി പിടിച്ചിരിക്കണം. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമ്മൾ ഫ്ലെയിം നിർത്തിയിട്ട് ചെറു ചൂടോടെ ആ ഒരു ഭാഗത്ത് ഒരു അരമണിക്കൂർ ലേപം ഇടുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ സൈനസൈറ്റിസ് ഉള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഈ രാത്രിയിൽ കുളിക്കുന്നത് നിർത്തണം. നമ്മളൊരു 4 മണി അല്ലെങ്കിൽ 5 മണിക്കുള്ളിൽ കുളിച്ചിറങ്ങുക. എപ്പോഴും കുളിച്ചിറങ്ങി കഴിയുമ്പോൾ രാസ്നാദി നെറുകെ തിരുമുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ കുടിക്കാനൊക്കെ ചെറു ചൂടുവെള്ളം ഉപയോഗിക്കുക. അതുപോലെ തന്നെ മുഖമൊക്കെ ഇടയ്ക്ക് ചെറു ചൂടുവെള്ളത്തിൽ കഴുകുന്നത് നല്ലതാണ്. അടുത്തായിട്ട് ജീരകം, 1 ടീസ്പൂൺ ജീരകം, 2-3 കുരുമുളക് കൂടെ വറുത്തിട്ട് പൊടിക്കുക. ഫൈൻ പൗഡറായിട്ട് പൊടിക്കുക. എന്നിട്ട് അതിൽ തേൻ ചേർത്തിട്ട് ഒരു പിഞ്ച് വീതം ഇടയ്ക്കിടയ്ക്ക്, അതായത് ഒരു നുള്ളി വീതം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ സൈനസൈറ്റിസ് ഉള്ളവരെ കഴിവതും AC-യുടെ ഉപയോഗം നിർത്തുക. അതുതന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ അതികഠിനമായിട്ടുള്ള ചൂടിലാണ് ജീവിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഉപയോഗം പരിമിതപ്പെടുത്തുക. പിന്നെ ഈ രാത്രിയിൽ തൈര് കഴിക്കുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ അത് നിർത്തുക. രാത്രിയിൽ തൈര് കഴിക്കാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ജങ്ക് ഫുഡൊക്കെ ഉണ്ടെങ്കിൽ, ഫാസ്റ്റ് ഫുഡ് അങ്ങനത്തെ ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ അത് നിർത്തുക. വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരം നിർത്തുക. അതുപോലെ തന്നെ വിറ്റമിൻ C അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക. ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതിന് വേണ്ടിയിട്ട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആഹാരങ്ങളുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങളിത് കാണുക. അപ്പം ആ ഒരു ഭക്ഷണങ്ങൾ നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ നെല്ലിക്ക ദിവസവും കഴിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ജിഞ്ചർ, ഗാർലിക്ക്, പിന്നെ ഈ പെപ്പർ, അതായത് കുരുമുളക്, ഇതൊക്കെ നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റും. അതായത് ഇഞ്ചി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതിൽ നല്ലതെന്ന് വെച്ചാൽ നമ്മൾ കൂട്ടാൻ വെക്കുമ്പോൾ അതിൽ ഇടുന്നതിൽ നല്ലത് ഇഞ്ചി വെള്ളമോ അല്ലെങ്കിൽ ഇഞ്ചി നീരായിട്ടൊക്കെ കഴിക്കുന്നതായിരിക്കും. പിന്നെ പാല് കുടിക്കുന്നവരാണെങ്കിൽ പാലിലൊരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കുടിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ തണുത്ത ആഹാരങ്ങൾ, കോൾഡ് ഡ്രിങ്ക്സ്, പിന്നെ ഐസ്ക്രീംസ്, അതിൻ്റെ ഉപയോഗമൊക്കെ കുറയ്ക്കുക. പിന്നെ അത് കഴിക്കുന്നവരാണെങ്കിൽ, അത് വല്ലപ്പോഴും കഴിക്കുകയാണെങ്കിൽ തന്നെയും നമ്മളത് കഴിച്ചു കഴിഞ്ഞിട്ട് വാം വാട്ടർ കുടിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ